രണ്ടാമത് പടന്നക്കാട് നെഹ്റു കോളേജ് ഗവേഷണ പ്രബന്ധ പുരസ്കാരം വിതരണം ചെയ്തു. സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വിൻസെന്റ് മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുരസ്കാര സമർപ്പണം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. അന്തരിച്ച നെഹ്റു കോളേജ് അധ്യാപകരായ ഡോക്ടർ എ ജെ റീന, ഡോക്ടർ കെ കെ ഗീത എന്നിവരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ രണ്ടാമത് നെഹ്റു കോളേജ് ഗവേഷണ പ്രബന്ധ പുരസ്കാരത്തിന് 5 പേരാണ് അർഹരായത്. കോളേജിൽ വെച്ച് നടന്ന ചടങ്ങ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വിൻസെന്റ് മാത്യു ഉദ്ഘാടനം ചെയ്ത് പുരസ്കാര സമർപ്പണം നടത്തി. ഡോക്ടർ ഷംന രാജൻ പാലക്കോൾ, ഡോക്ടർ മേഘ സൂസൻ രാജൻ, ഡോക്ടർ സനൽ ടി സണ്ണി, ഡോക്ടർ എം ശ്രീജിത്ത്, ഡോക്ടർ ജെ എസ് രേവതി എന്നിവർക്കാണ് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ശില്പവും അടങ്ങിയ പുരസ്കാരം നൽകിയത്. And has come out with 5 numbers this time. Actually, this is part of a bigger pursuit. Actually, the college education is inseparable from research. In fact, there are 2 aspects of research, 2 sides of a coin: knowledge dissemination and knowledge creation. Knowledge, if the sole purpose of education is to create skills in every individual so that he or she can pursue further discovery of knowledge. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല സയൻസ് ഫാക്കൽറ്റി ഡീൻ ഡോക്ടർ എസ് സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് മാനേജർ കെ രാമനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ ടി ദിനേശ്, വി വി തുളസി, ഡോക്ടർ എ മോഹനൻ, പി കെ ബാലഗോപാലൻ, ടി വി ആദിത്യൻ, ഡോക്ടർ എൻ ജി ശാലിനി, ഡോക്ടർ റുഖിയ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് പുരസ്കാര സമിതി കോർഡിനേറ്റർ ഡോക്ടർ കെ ശാലിനി സ്വാഗതവും ഡോക്ടർ കെ സുബ്രഹ്മണ്യ പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.